ആലപ്പുഴ മങ്കൊമ്പിൽ നിന്ന് അമൽ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, അവിടെ എന്താ നിലവിലെ സാഹചര്യം? അമൽ, ആളുകളൊക്കെ വള്ളത്തിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സേതു, നമുക്ക് അറിയാവുന്നതാണ്, എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. പക്ഷേ മഴ കുറഞ്ഞതിന്റെ ഒരു ആശ്വാസം എല്ലായിടത്തും കാണാം. ആലപ്പുഴയെ പ്രത്യേകിച്ചും കാണേണ്ടത് ഈ കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴ 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടനാട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആലപ്പുഴയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു രൂക്ഷത ആലപ്പുഴയിൽ ഉണ്ട് എന്ന് പറയാൻ, കഴിഞ്ഞ തവണയൊക്കെ അപേക്ഷിച്ച് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മങ്കൊമ്പ് ഭാഗത്ത് ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. ഇവിടുത്തെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ തലവടി ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വീടുകളിൽ പലതും ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ മങ്കൊമ്പ് ഭാഗത്തുള്ള ഒരു പ്രദേശവാസിയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് വീട്ടിലൊക്കെ അവസ്ഥ? എന്താണ്? വീട്ടിലൊക്കെ പെരക്കകത്തൊക്കെ വെള്ളമാണ്. ഈ ആശയിലോട്ട് പോകുന്നിടത്തൊക്കെ പെരക്കകത്തും മുറ്റത്തൊക്കെ വെള്ളമാണ്. അങ്ങോട്ട് പോകുന്നിടത്തും വെള്ളം കൂടുതലാണ്. ഇന്നലത്തെ വെള്ളം കൂടുതലായിരുന്നു. ഈ പ്രായമായ ആളുകളെയും കുട്ടികളെയൊക്കെ ഒന്ന് മാറ്റുവാണോ? എൻ്റെ അച്ഛനമ്മയൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ ഇന്നലെ കൊണ്ടാക്കിയത് ഞാൻ. അപ്പോൾ ഞാനും വൈഫും പിള്ളേരും ഉണ്ട് വീട്ടിൽ. പക്ഷേ ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വെള്ളം പൊങ്ങിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 3 വെള്ളം പൊങ്ങി ഈ സമയത്ത്. ഇത്തവണ ഈ ഒരു വെള്ളമേ പൊങ്ങിയിട്ടുള്ളൂ. എന്നാലും കഴിഞ്ഞ പഴയ പോലൊക്കെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. തീർച്ചയായിട്ടും സേതു, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടി വെള്ളപ്പൊക്കം മൂലമുണ്ട് എങ്കിൽ തന്നെയും ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും നേരത്തെ തന്നെ തുറന്നിരുന്നു. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളിയിലെ മണൽ ഖനനം ഈ ഒരു മഴക്കാലം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഫലപ്രദമായി നടത്തിയിരുന്നു. അപ്പോൾ ഇത് പൊഴി മുറിഞ്ഞു പോയിരുന്നു. 150 മീറ്ററോളം തന്നെ പൊഴി മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതിനാൽ ഇന്നലെ വലിയ രീതിയിൽ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിന്റെ ഒരു ആശ്വാസം നേരിയ തോതിലെങ്കിലും കുട്ടനാട് മേഖലയിൽ ഉണ്ട് എങ്കിൽ തന്നെയും ഈ വെള്ളക്കെട്ട് പല വഴികളും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു മുൻപാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒന്നിലധികം വാഹനങ്ങൾ ഈ വെള്ളക്കെട്ട് മൂലം ഇവിടെ സ്റ്റക്കായി പോകുന്ന, അതായത് പ്രവർത്തനരഹിതമായി പോകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും വള്ളത്തിൽ പോലും ഈ പുറത്തേക്ക് പോകാനുള്ള ആളുകളെ ഈ റോഡിന് മുകളിലേക്ക്, അതായത് പാലത്തിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് ആ പാലത്തും കടത്തിവിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പല വാഹനങ്ങളും ഈ പാലത്തിന്റെ അവിടം വരെ എത്തിയതിനു ശേഷം ഒന്നുകിൽ അവിടെ നിർത്തിയിടുകയോ അല്ലെങ്കിൽ തിരിച്ചു പോവുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏതായാലും ചെങ്ങന്നൂരാണ് മറ്റൊരു പ്രശ്നബാധിത മേഖലയായി ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് കാണേണ്ടത്. അവിടെ പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കയറ്റമുണ്ട്. തിരുവല്ല ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ ഇത്തരത്തിൽ വെള്ളക്കെട്ട് മൂലം തടസ്സം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ AC റോഡിലും ഈ ചെങ്ങന്നൂരിലേക്ക് AC റോഡ് വഴി ചെങ്ങന്നൂർ പോവുക എന്ന് തന്നെ അപ്രായോഗികമായ ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആളുകളെല്ലാം ദൂരെ നിന്ന് സാധനങ്ങൾ മേടിച്ച് വെള്ളം കടന്നാണ് പോകുന്നത്. ചേട്ടാ, ഹലോ ചേട്ടാ, വീട്ടിലൊക്കെ അവസ്ഥ എന്താണ്? വെള്ളവും കുടിവെള്ളത്തിന്റെ കാര്യവും? കുടിവെള്ളമൊക്കെ പ്രശ്നമാണ്. ഭക്ഷണത്തിന്റെ കാര്യം കൃത്യമായിട്ട് അതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഈ പ്രായ ആളുകളും കുട്ടികളൊക്കെ ഇല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ഇനിയിപ്പോൾ ആശുപത്രിയിലൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നോ? ഇല്ല, ഇതുവരെ ക്യാമ്പൊന്നും തുറന്നിട്ടില്ല. അതിൻ്റെയൊക്കെ സമയമായിരിക്കും, അതിനുള്ള വെള്ളമായി. പക്ഷേ ഇതുവരെ അതിനൊന്നും തുറന്നിട്ടില്ല. സേതു, ഏതായാലും ഈ അപ്പർ കുട്ടനാടിലെ സ്ഥിതി ഇതല്ല. ഇദ്ദേഹം പറഞ്ഞ പോലെയല്ല, 4 സ്കൂളുകൾ ദുരിതാശ്വാസ നിലയിൽ തുറന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മങ്കൊമ്പ് ഭാഗത്ത് അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, വള്ളത്തിലാണ് പോകുന്നത്. എന്താ ഈ വള്ളത്തിലാണ് പോകുന്നത്? കണ്ടില്ലേ നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടില്ലേ? വീട്ടിൽ ഈ റോഡിന്റെ മേലിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വെള്ളമാവൂലേ? ഏത് റോഡിന്റെ? ഇവിടെ കുറച്ച് വെള്ളമാണെങ്കിൽ അങ്ങോട്ട് ഇത് കൂടുതൽ വെള്ളമാണ്. വീട്ടിലെല്ലാം വെള്ളവാ. ആരെങ്കിലും അന്വേഷിക്കാൻ വന്നോ? മെമ്പറൊക്കെ വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ക്യാമ്പ് ഇപ്പൊ തുടങ്ങും. തീർച്ചയായിട്ടും ക്യാമ്പ് അല്പസമയത്തിനുള്ളിൽ മങ്കൊമ്പ് ഭാഗത്ത് തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുട്ടിനടുത്ത് വെള്ളമുണ്ടെങ്കിലും കുറച്ച് അകത്തേട്ട് പോകുമ്പോൾ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വെള്ളം, അതായത് അരയ്ക്ക് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഇവിടുന്ന് തന്നെ വള്ളത്തിൽ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അതിഥി തൊഴിലാളികളടക്കമുള്ള നിരവധി ആളുകൾ കുട്ടനാട്ടിന്റെ പല മേഖലകളിലും ഉണ്ട് എന്നും അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് അപ്പർ കുട്ടനാട് മേഖലകളിൽ വീടുകളിലൊക്കെയും വെള്ളം കയറിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പിന്നെ അവിടെ ക്യാമ്പ് ഇപ്പം ഉടനെ തന്നെ തുറക്കുകയും ചെയ്യും. പാണ്ടനാടും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ നദി പ്രത്യേകിച്ച് വലിയ പ്രശ്നത്തിലുള്ള കാരണം ഇവിടെ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും മഴയുണ്ട്, ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ആറുകളിലും നദികളിലും ഒക്കെ ജലനിരപ്പ് ഉയർന്നു. ഡാമുകളിൽ പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ കൂടെ കൊണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അതീവ രൂക്ഷമായി 2-3 ദിവസമായിട്ടും ഇങ്ങനെ തുടരുന്നതും. അതാണ് വലിയൊരു പ്രതിസന്ധി.